ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും സന്തോഷത്തോടുകൂടി പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായിരിക്കും. യെസ് ഗൈസ്, നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഷെഫീൽഡിൽ തന്നെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഗ്രാൻഡ് കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ രണ്ട് ഫ്രണ്ട്സിൻ്റെയും കൂടി ആയിട്ടോ വന്നത്. ഇതാണ് കേട്ടോ അവർ. നമ്മളൊരു വീട്ടിലാട്ടോ താമസിക്കുന്നത്. ഇത് പ്രബുൽ ചേട്ടൻ, ഞങ്ങൾ ജിംബ്രോ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇത് അഞ്ചു ആട്ടോ, രണ്ടാളും കപ്പിൾസാണേ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഗൈസ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ചട്ടിച്ചോറും പിന്നെ പാൽ പൊതി ബീഫ്, പാൽ പൊറോട്ട ബീഫ്, അതാട്ടോ നമ്മൾ മറ്റേ കിഴി പൊറോട്ടയുടെ ലൈക്ക് ഗ്രേവി, കോക്കനട്ട് ഗ്രേവി ഒക്കെ വെച്ചിട്ട്. ആൻഡ് നമ്മൾ പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഷെഫീൽഡിൽ വന്നിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നത്, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നതും ട്രൈ ചെയ്യുന്നതും. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗ്രാൻഡ് കേരള എന്നാണ് കേട്ടോ. നമ്മുടെ ഷെഫീൽഡ് ഇന്റർചേഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഫുഡ് എങ്ങനെയുണ്ട് നോക്കാം. ഇവിടെ ഫുള്ള് ഫിഷ് ടാങ്ക് വെച്ചിട്ടാട്ടോ ഫുള്ള് ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്. ഈ ഫിഷ് ടാങ്കിൽ മീനില്ല, പക്ഷെ മുകളിൽ 2 ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മീനുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പം മമ്മിക്കൊക്കെ, എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ടാങ്ക്. അപ്പം ഞാൻ ആലോചിച്ചായിരുന്നു ഫിഷ് ടാങ്ക് ഇത് കാണുമ്പോൾ മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ദേ നമ്മുടെ ചട്ടിച്ചോറ് വന്നിട്ടോ. അപ്പോൾ സലീഷ് ബ്രോയാണ് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തേക്കണേ കേട്ടോ. പപ്പടം, ബീഫ്, ക്യാബേജ്, അവിയൽ, മുട്ട വറുത്തത്, ചമ്മന്തി, സാമ്പാർ, മോര്, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇതിലുണ്ടായിരുന്നത്, ചട്ടിച്ചോറിലുണ്ടായിരുന്നത്. ജോലിക്ക് പോയി വന്നിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ വിശന്നിട്ടാണ് ഇരിക്കാൻ വന്നത്. ഞങ്ങളൊരു 4 പേരും കൂടി വന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. എൻ്റെ ചട്ടിച്ചോറെത്തി, എന്താവുന്നുള്ളത് കഴിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പറയാം. ചെറിയൊരു ബീഫ് കഷ്ണം കൊള്ളാന്ന് പറയുന്നത്. അപ്പോൾ ചട്ടിച്ചോറെത്തി. ഇനി ഞങ്ങൾ ഒരു കിഴി പൊറോട്ട, നമ്മുടെ നാട്ടിൽ പാൽ പൊറോട്ട വിത്ത് ബീഫ്, അതും ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ പാൽ പൊറോട്ട വിത്ത് ചിക്കൻ, അങ്ങനെ 4 വെറൈറ്റിയാണ്. 4 പറഞ്ഞിട്ടുണ്ട്. വിത്ത് ജ്യൂസ്, 2 ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ടേസ്റ്റ്. മീനിൻ്റെ, നമ്മുടെ നാട്ടിലത്തെ മീൻ കഴിഞ്ഞ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് എല്ലാവരും ഫുഡ് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. ബീഫ് പാൽ പൊറോട്ട അത് വന്നുട്ടോ, നൈസാട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. വെരി എക്സൈറ്റഡ് ടു ടേസ്റ്റ് ഇറ്റ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി അഞ്ജുവിൻ്റെയും കൂടി ചിക്കൻ ബിരിയാണി വരാനുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഗൈസ്. അപ്പം നമ്മുടെ അഞ്ജുവിൻ്റെയും ചിക്കൻ ബിരിയാണി വന്നിട്ടോ. സോ വി ആർ റെഡി ടു സ്റ്റാർട്ട്. ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചട്ടിച്ചോറാണ് കേട്ടോ. നല്ല ക്യാബേജും ബീഫും ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ അവിയലും പിന്നെ അതുപോലെ തന്നെ ക്യാബേജും നമ്മളെല്ലാം കൂടിയിട്ട് വെച്ചിട്ടാട്ടോ. മീനും ഉണ്ട് കേട്ടോ, സൂപ്പറാട്ടോ. അടിപൊളി ടേസ്റ്റ്, മസ്റ്റ് ട്രൈ കേട്ടോ ചട്ടിച്ചോറ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാൽ പൊറോട്ട കേട്ടോ. സോ നൈസ്, അടിപൊളിയാണ് ശരിക്കും. എന്താണ് ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ പൊറോട്ട. നമുക്ക് ഒരുപാട് കടിക്കണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡല്ല, ഭയങ്കര സോഫ്റ്റ് പൊറോട്ട. അതുപോലെ തന്നെ നിറച്ചും ഗ്രേവിയിൽ സെറ്റ് ചെയ്തിട്ടേക്കാം, സൂപ്പറാണ് ഗൈസ്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. എല്ലാം ഒന്നിനൊന്നും നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണി ആട്ടോ, ചിക്കൻ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടത് ചട്ടിച്ചോറാണ്. അത് കഴിഞ്ഞിട്ട് പാൽ പൊതി ബീഫ് പൊറോട്ട, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ അതാണ് ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു. അത്യാവശ്യം നല്ല ജ്യൂസ് ആയിരുന്നു കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഷെഫീൽഡിലുള്ളവരാണെങ്കിൽ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്താണ് കമൻസൊക്കെ, എങ്ങനെയുണ്ടെന്നുള്ളത്, ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പം നമ്മളിപ്പം ഇവിടെ ക്രിസ്മസിൻ്റെ ഇതിന് വേണ്ടി വന്നതാട്ടോ. ക്രിസ്മസ് ഒരു ഡെക്കറേഷൻ കാണാൻ വേണ്ടി. ഇത് സിറ്റി സെൻറ്ററിൻ്റെ അപ്പുറത്തെ സൈഡാണ്, ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇത്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ ഞാൻ കാണിച്ചു തരാം, നമ്മുടെ ഹോഴ്സ് റൈഡ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ക്യൂട്ടായി കാണാൻ വേണ്ടിയിട്ട്.
ഒരു ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് സിറ്റി സെൻറ്ററിൻ്റെ അടുത്തായിരുന്നു, ലൈക്ക് സിറ്റി സെൻറ്ററിൽ. ഇത് കുറച്ചും ഇങ്ങോട്ട് നീട്ടി സിറ്റി സെൻറ്റർ തന്നെയാണ്, പക്ഷെ എന്നാലും അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചടക്കായിരുന്നു കേട്ടോ ഈ സംഭവം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ NHSൻ്റെ ഒരു ഇതിന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജോബ് ഫെയറിന് വന്നപ്പോഴത്തേന് ഞാനിത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇതിൻ്റെ അകത്ത് ഇനി കയറണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കയറണം ഒരു ദിവസം. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. നമ്മളിങ്ങനെ ചുമ്മാ നടക്കാണ്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നലെ നമ്മുടെ ഷെഫീൽഡിൽ സ്നോ പെയ്തിട്ടോ, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ ബൈ.